ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേ ഞാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എവിടെ പോവാണെന്ന്. കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മുടെ ഒപ്പം അമ്മയും കുഞ്ഞും വലിയ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ കുഞ്ഞാക്ക് 90 തിരിച്ച് അവർ വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, അതോടൊപ്പം സങ്കടമുണ്ട്. അവരെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ ഉള്ളൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ അതിലുപരി സന്തോഷമുണ്ട്. നല്ല രീതിയിൽ അവരെ നോക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, പിള്ളേരെ നന്നായിട്ട് മിസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇന്ന് പോകത്തില്ല, നാളെ കൊല്ലത്ത് പോവാണ് കേട്ടോ. ഇവിടുന്നല്ല, അവിടെ അവരുടെ വീട്ടിൽ പോയിട്ട് അമ്മേനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പറയുക, ഈ 3 മാസം പോയതേ അറിഞ്ഞില്ല, സ്പീഡിലങ്ങ് പോയിട്ടോ. നിങ്ങൾക്കാണെങ്കിലും തോന്നുന്നുണ്ടാവും, നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് കുറേ സന്തോഷ നിമിഷങ്ങളും സങ്കടങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മീൻസ് എന്നാണ് പറഞ്ഞ ചേച്ചി അമ്മ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഓട്ടോ വിളിച്ചാണ് കേട്ടോ പോകുന്നത്. ബസ്സിന് പോകാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ കുറച്ച് ഞങ്ങളുടെ വണ്ടി കയറലൊക്കെ കുറച്ച് പാടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓട്ടോ വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഒരു ബ്രദറായുള്ള അനൂപ് പറയുന്നത്, അപ്പോൾ അനൂപേട്ടായി വരും. അപ്പോൾ എന്തായാലും പോയി നമുക്ക് അവരെ കൊണ്ട് അയക്കിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഇവിടെ പുട്ടും പയറുമായിരുന്നു. അപ്പോൾ പുട്ട് കഴിക്കാൻ ഞാൻ പയറ് മാത്രം കഴിക്കാം കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് വേഗം പോവാം. എൻ്റെ പവിച്ച് ഫ്രണ്ട് വെച്ചാൽ അപ്പോൾ അവര് അത് പോകാൻ റെഡി ആയിട്ടിരിക്കുക. അതേ ഓട്ടോയിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. കാണിക്കടാ അങ്ങോട്ട് ചെല്ലടാ, അങ്ങോട്ട് കൊണ്ട് കിട്ടുമല്ലോ അല്ലേ. കവറുള്ളടാ. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി പോയിട്ട് വരാവേ. അപ്പം ഞങ്ങളതേ നേരുമംഗലം കാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അലികമ്മയ്ക്ക് നല്ല ഛർദി. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി ഛർദിയൊക്കെ കഴിഞ്ഞ് ഒരാളെന്നെ ഇങ്ങനെ നോക്കണം. ഓക്കെ, എവിടേക്കാ യാത്ര? ആദ്യം നല്ല ഉറക്കമായി. അപ്പം ഞങ്ങളത് പോട്ടെ കേട്ടാ. സൈഡിലിരിക്കില്ല, ഞാൻ കയറി പിന്നെ അങ്ങനെ ഇരിക്കുന്നു. മുടിയൊക്കെ കെട്ടി വെച്ചു കേട്ടോ. തണുപ്പായിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ. പക്ഷെ അതിലുപരി സന്തോഷമുണ്ട്. അവരെ 3 പേരെയും നന്നായി നോക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ ആദുവിനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റി. പെട്ടെന്ന് തന്നെ 3 മാസം കടന്നു പോയി കേട്ടോ. ഇപ്പോൾ അവർ പോവില്ലായിരുന്നു. ആദ്യക്ക് സ്കൂളൊക്കെ തുറക്കാറായല്ലോ, അതുകൊണ്ടാണ് പോകുന്നത്. അവനെ യൂണിഫോമൊക്കെ തയ്ക്കണം. അതുപോലെ ആദുവിനെ രാത്രിയൊക്കെ എടുത്തുകൊണ്ട് നടന്ന് ഉറക്കുന്നതൊക്കെ ഞാനാണ് കേട്ടോ. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയാലും ആദുവിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡിൽ വരും കേട്ടോ. വീട്ടിൽ വന്ന് അവളെ എടുത്ത് ഒന്ന് കൊഞ്ചിച്ചാലൊക്കെയാണ് എനിക്കൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യും. ഒരുപാട് മിസ് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് മിസ് ചെയ്യും. അത്രയധികം എനിക്ക് അവളോടും പ്രത്യേക ഒരു ആത്മബന്ധമുണ്ട്. അതുപോലെ അവളെ ഞങ്ങളുടെ കുഞ്ഞു മാലാകയാണ് കേട്ടോ. ദൈവം ഞങ്ങൾക്ക് തന്നൊരു കുഞ്ഞു മാലാക. അപ്പോൾ അത് എന്തായാലും വീഡിയോ കോളൊക്കെ ചെയ്യാം. അതൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു ആശ്വാസം ഉള്ളത്. പിന്നെ കരച്ചിലൊക്കെ ആയി തുടങ്ങുകയാണ് കേട്ടോ പയ്യെ. കാരണം ചൂടൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്കും ആൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. ഞങ്ങളെല്ലാവരും മൂകമായിട്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ചേട്ടായി നല്ല ഉച്ചയ്ക്ക് ഒരു പാട്ടങ്ങിട്ട് കേട്ടോ. ഒരു പാട്ടല്ല, കുറേ പാട്ടിട്ടു. പിന്നെ ഞാനതൊക്കെ കേട്ട് അതിൻ്റെ ഒപ്പം ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. അത്ര നന്നായിട്ടൊന്നും ഇല്ലെങ്കിലും ചുമ്മാ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരുമംഗലം കാട്ടിക്കൂടെ കേട്ടോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറോളം നമ്മൾ കാട്ടിക്കൂടെ തന്നെ പോകേണ്ട വരും. നല്ല രസമല്ലേ, നമ്മുടെ അപ്പുറം ഇപ്പുറയും മരങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റും. യാദൃശ്ചികമായിട്ട് വേണമെങ്കിൽ ആനേനെയും കാണാൻ പറ്റും.
അപ്പോൾ അങ്ങനെ നമ്മൾ പോയപ്പോൾ ഒരു പ്രാവശ്യം ആനേനെ കണ്ടിട്ടുണ്ട്. ഞാനത് നേരത്തെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ആനയെ കണ്ട കാര്യമൊക്കെ കേട്ടോ. സെക്ഷൻ 2 രണ്ടാമത്തത് ഛർദിയാണ് കേട്ടോ. മൂന്നാമത്തെ ഛർദിയാണ്. ആദ്യം ഉറക്കമായി ആദ്യമൊക്കെ ഇടയ്ക്ക് അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നേരിമംഗലം പാലത്തിലൂടെയാണ് കേട്ടോ. ഈ പാലത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് നമ്മുടെ കേരളത്തിൽ ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പുതിയ പാലമാണ് അപ്പുറം പണിയുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് വരായിരുന്നു ഞാനും അമ്മയും കുഞ്ഞാഴ്ച എല്ലാവരും കൂടെ കൂടിയിട്ട് കേട്ടോ. ചായ കുടിക്കാൻ എന്നാന്നറിയോ, അവിടെ ചെന്നിറങ്ങുവാണെങ്കിലും നീ കൂടെ ഒന്ന് വന്നെ, കുഞ്ഞു കരുവള ഉണ്ടെങ്കിൽ അത് മേടിക്കാം. നാളെ മേടിക്കാൻ പോകുന്നത് തിരിച്ചു വരും. നമ്മുടെ പാലം ഞാനൊരു കട്ടൻ മാത്രം പറഞ്ഞത് കട്ടൻ ചായ വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ എന്ത് രസമാണല്ലേ മേഘങ്ങൾ കിടക്കുന്ന കാണാനായിട്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അമ്മച്ചി പറയുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇടുക്കിന്ന്. അപ്പം തന്നെ ലിതിമോൾ പറഞ്ഞു ഇടുക്കിയൊന്നുമല്ല ഇത് എറണാകുളമാണെന്ന്. കാരണം നേരിമംഗലം പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ജില്ലയായില്ലേ. ആ കാര്യം അമ്മ അങ്ങ് മറന്നു കേട്ടോ. ഞങ്ങളുടെ ഇടുക്കി ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര രസമാണെന്നൊക്കെ പറഞ്ഞു വരാമായിരുന്നു കേട്ടോ. വാഴത്തോട്ടം കണ്ടപ്പോൾ ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞു ആദ്യം വാഴ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണമുള്ള സാധനമാണ്. കാരണം അതിൻ്റെ അകത്തൊന്നും ഒന്നും കളയാനില്ല. അതിൻ്റെ ഇല, കൊല, അതിൻ്റെ ഉണ്ടാകുന്ന കൂമ്പ് എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യയോട് അതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വന്നത് ഊന്നുകല്ലൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ കോതമംഗലം വന്ന് അവിടുന്ന് മൂവാറ്റൂർ കയറി തൃപ്പൂണിത്തറ അങ്ങനെ പോകാനാണ്. അതാകുമ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെല്ലാൻ പറ്റും കേട്ടോ. എൻ്റെ പൊന്നെ ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപാര ചൂടായിരുന്നു. കോതമംഗലമൊക്കെ ആയപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഓർക്കുവാണ് നമ്മൾ ഇടുക്കി ജനിച്ചതിന് എന്ത് ഗുണമുണ്ടെന്ന്. പക്ഷേ ഇടുക്കി എപ്പോഴും ഗുണമല്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ അവിടെ നിൽക്കാൻ പറ്റില്ല, പിന്നെയും ചൂട് സഹിക്കാം. നമ്മളെവിടെ എത്തി? നമ്മൾ തൃപ്പൂണിത്തറ ഹിൽ പാലസിൻ്റെ അടുത്തെത്തി. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ബ്ലോക്കിൽ കിടക്കാൻ കുറേ നേരമായി. നമ്മുടെ പാലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഞാനിതുവരെ പോയിട്ടില്ല. പിന്നെ വരുമ്പോൾ നമുക്ക് പോയിട്ടില്ല. ഇല്ല, പോകണമെന്നൊക്കെ കുറേ എറണാകുളത്ത് വെച്ച് കുറേ പ്ലാൻ ചെയ്യായിരുന്നു. പക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പാലസിൻ്റെ ബാക്ക് സൈഡാണോ ഇതിൽ എനിക്കറിയില്ല കേട്ടോ. ഫ്രണ്ട് സൈഡാണ്. നമ്മളിത് അരൂർ പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ലിതിമോൾക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകണം കേട്ടോ. അതുകൊണ്ട് ലിതിമോൾ അവിടെ ഇറങ്ങും ഫുഡൊക്കെ കഴിച്ചിട്ട്. പിന്നെ നമ്മുടെ കൂടെ വന്ന ചേട്ടായിക്കും ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ. അപ്പോൾ വീട്ടിൽ ഗ്യാസ് തീർന്നിരിക്കുകയായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കടയിൽ നിന്ന് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് നമ്മൾ കടയിലൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നേരെ ദേ വീട്ടിൽ വന്ന് ലഗേജൊക്കെ ദേ വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
വീട്ടിൽ കൊണ്ടുവന്ന ലഗേജൊക്കെ വെച്ച ശേഷം ഞാൻ ലിതിമോളുടെ അടുത്തേക്ക് പോവാണ്. ഓൾറെഡി ചേട്ടായും വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ കൂടിയിട്ട് ദേ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. കട്ടിൽ അലമാരയൊക്കെ വാങ്ങണമായിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണും ഉണ്ടായിരുന്നു കേട്ടോ. ലിതിമോളെയും കൊച്ചിനെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിതിമോളുടെ ഇതിൽ EMI എടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ നമ്മൾ കുറേ കടയിൽ കയറി ഇറങ്ങിയിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറേ കടയിൽ കയറി കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു. അവസാനം നമുക്ക് പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമായി. കുറേ നടന്നാലെന്താ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടിയല്ലോ. അതിന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അത് കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മയും എത്തുമല്ല നടക്കുവാണ് കേട്ടോ. നമ്മൾ കുറച്ച് കടയിലൊക്കെ കയറി കൊന്നപ്പോൾ ഈ സമയമായി. ഓ അങ്ങനെ 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 ഇത് പുറത്ത് ലൈറ്റ് നോക്കിപ്പോ. കൊച്ചിൻ്റെ വീട്ടിൽ കയറി എന്നാ കരച്ചിലായിരുന്നു. ബൾബില്ലാത്ത ഇവിടെ പൊന്നെ പൊങ്ങിപ്പോയി വേണ്ടി. പിന്നെ കൊച്ചു കരഞ്ഞു 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 കരഞ്ഞു. പിന്നെ ചൂടായിട്ടായിരിക്കും. വള്ളി വെച്ച് കെട്ടി വലിച്ചു കെട്ടുന്നു അത്. എന്നിട്ട് പിന്നെ എന്തായാലും നാളെ നിങ്ങൾ ഇത് കിട്ടുമല്ലോ, വല കിട്ടുന്നില്ലേ? വല ഇടാം. തുറന്നിട്ടാലും കുഴപ്പമില്ല. പിന്നെ അല്ലേ തുറന്നിട്ടാൽ കാറ്റ് കുറവാണ്. കാരണം ഇത് അവിടെ കൊണ്ടിട്ട് മറ്റേ സാധനം നല്ല കാറ്റുള്ളത്. ഒരു കസാര ഉണ്ടോ കട്ടിലും ബെഡും അലമാരയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ബെഡിൻ്റെ കൂടെ 2 പില്ലോയൊക്കെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ നമുക്ക് വാങ്ങണമെന്ന്. അമ്മ പറഞ്ഞു നമുക്ക് മേടിക്കാം, പൈസയൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും മേടിക്കണം. അതെ, ഇതാണ് അവരുടെ റൂം. അയ്യോ, ഞാൻ വന്നതേ കറണ്ടും പോയി. കറണ്ട് പോയി, കറക്റ്റ് ടൈമിൽ കറണ്ട് പോയി. ചെല്ലട്ടെ. അതുവിനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ക്ലൈമറ്റ് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. അവൾ ഭയങ്കര കരച്ചിലായി. കൊണ്ടുവന്ന സാധനങ്ങൾ ചാക്കിലൊക്കെ ആട്ടോ, ഡ്രസ്സൊക്കെ കൊണ്ടുവന്നേ. ഓട്ടോ വിളിച്ച് വന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതാണ് ലിതി ആൻറ്റി പറയാനുള്ളത്. എന്താ മടുത്ത് വന്നപ്പോൾ തന്നെ കറണ്ടും പോയി. കറക്റ്റ്. ചെരുപ്പാണോ കേട്ടോ? ഞാൻ ചെരുപ്പിട്ടേക്കോ. എന്തിനാ? അല്ല, എൻ്റെ ചെരുപ്പ് ഇതല്ലേ? അല്ല, അതല്ല. കൊച്ചിൻ്റെ അടുത്ത് ഞാൻ പോട്ടെ. കൊതുകായിരുന്നു, കൊതുക്. ഭയങ്കര ഇരുട്ടാട്ടോ. അയ്യോ, അമ്മയ്ക്ക് ഫാൻ. അതിന് ക്ലൈമറ്റ് ഒക്കെ ആകെ സീനായി അല്ല. അത് ഇടുക്കിയിൽ കിടന്ന് നല്ല തണുപ്പിലൊക്കെ സൂചിച്ചോണ്ടിരുന്ന കൊച്ച ഇവിടെ വന്ന് തണുപ്പ് മാറി ചൂടായപ്പോഴത്തേക്ക് കൊച്ച് കരച്ചിലായി. അതെ, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതിനുശേഷം അടുത്ത പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഗായ്സ്. എടുത്തേടാ. എന്താ വേണ്ടേ? ചൂലി കിടക്കുന്നു. ഇന്ന് പോയിട്ട് ആദ്യം ബെഡൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഇവരുടെ സ്റ്റോർ റൂമായിരുന്നു. അപ്പോൾ അത് റെനോവേറ്റ് ചെയ്തിട്ട് റൂമാക്കി എടുത്തേക്ക്. തേപ്പൊക്കെ കഴിഞ്ഞിട്ടേക്കും ഇതെല്ലാം അതിൽ അടയ്ക്കാൻ പറ്റില്ല. ഞാൻ ആരാ വരുന്നേ? ആരാ ഇതാ ലോക്കർ തുറന്നു വന്നിട്ട് വെച്ചടാ. കൊച്ചിൻ്റെ ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ, ഒന്നും എടുക്കണ്ടല്ലോ. ഇപ്പൊ വന്ന് മേല് തുടയ്ക്കാം. പിടിച്ച പണിയിലാണ് ലിതിയ കൊച്ചിൻ്റെ കുട്ടികളെ മടക്കി തന്നു. അതെ, കൊണ്ടുപോകാൻ ഇടയ്ക്ക് എടുത്ത് വെക്കുന്നു. ഗിഫ്റ്റ് വന്നോ? ഗിഫ്റ്റ് അതിനതൊക്കെ ഇരുന്നെങ്കിൽ 6 മാസം ആവണം അല്ലേ ആ ഡ്രസ്സൊക്കെ? നമ്മളിവിടെ എത്തി.
അയ്യൂര് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂട്, എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ട്. പുറത്ത് കുളിച്ചാകെ കോലം കെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയാൻ വന്നേ, നമ്മൾ വന്നെത്തി. നാളെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ആദുവിന് ഭയങ്കരമായിട്ടും ക്ലൈമറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എപ്പോഴും ഇതുവരെ ഞാൻ അവളങ്ങനെ എങ്ങലരിച്ച് കരയുന്ന കണ്ടില്ല. നമ്മുടെ വീട്ടിൽ വന്ന പിന്നെ കരച്ചിലേ ഇല്ല. അതും ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും നല്ല പവറായിട്ട് നിന്ന ആളിപ്പോൾ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് തീരെ വയ്യ, കെട്ടാൻ പറ്റുന്നില്ലടാ. അപ്പോൾ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി കോപ്പോൾ അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. കാരണം തണുപ്പിൽ നിന്ന് ഇപ്പം ഭയങ്കര ചൂടത്തിലേക്ക് വന്നപ്പോഴത്തേക്കും കൊച്ചു നമുക്കേ പറ്റുന്നില്ല. അപ്പോൾ പിള്ളേരാരും പറയണ്ട അല്ലേ അമ്മ? അപ്പോഴേ ആഷിനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, അവിടെ കൊച്ച് തണുപ്പത്തൊക്കെ നിന്ന് ചൂടത്തേക്ക് പോയപ്പോൾ ഭയങ്കര ചിത്താന്തമായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവന് എന്നൊക്കെ പറയപ്പോഴും കരച്ചിലൊക്കെ ആയിരുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. തെള്ളിയാലും കെട്ടാൻ പറ്റില്ല, വലിച്ചേട്ടാൻ ഭയങ്കര പാടാ. അപ്പോൾ അതാണ് കാര്യം. അയ്യോ, അപ്പം എന്താ പറഞ്ഞത്, അപ്പോൾ അപ്പോൾ നമ്മൾ നാളെ പോവും. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ശരിക്കും അതിനെ മിസ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ മിസ് ചെയ്യും. അതിനെ ആയാതിനെയൊക്കെ നമ്മുടെ വീട്ടിൽ ഇത്രയും ദിവസം നല്ല ഒച്ചപ്പാടും അനക്കമൊക്കെ ആയിരുന്നു. എനിക്കെപ്പോഴും ഞാൻ ആക്റ്റീവായിരുന്നു. സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവളുടെയും മുഖം കാണുമ്പോൾ അങ്ങ് മാറുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതും ഭയങ്കര സങ്കടം, ഒരു മനസ്സിനൊരു വിഷമം. പക്ഷെ അവരെ തിരിച്ച് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് നല്ല മിടുക്കിയായിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ച് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ലപോലെ വളർന്നല്ല മിടുക്കിയായിട്ട് വരട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ വിശേഷങ്ങളൊക്കെ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.